രാവിലെ തുടങ്ങിയതാണല്ലോ കലാപരിപാടി, ഇതുവരെയായിട്ട് തീർന്നില്ലേ? ഓഫ്, എന്തൊരു സ്നേഹം, എന്തൊരു വാത്സല്യം. സത്യത്തിൽ ദിനേശ് ചേട്ടൻ എന്നെ കല്യാണം കഴിച്ചതിന് വരെ ആ ബുള്ളറ്റിനെ അങ്ങ് കിട്ടിയാൽ മതിയായിരുന്നു. പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടില്ലല്ലോ. എങ്ങനെയൊക്കെ നോക്കിയാലും നിന്നേക്കാൾ നല്ലത് ബൈക്കാ. ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കും, തിരിച്ച് തർക്കിക്കാനും വഴക്കുണ്ടാക്കാനും വരില്ല. ഓ, പക്ഷെ വഴക്കുണ്ടാക്കാത്ത ബുള്ളറ്റ് പെട്രോൾ അടിക്കാൻ എന്റെ കാശ് തന്നെ വേണം. എന്ത്? ഓ, വലിയ ബിസിനസ്സുകാരനാണേ. പക്ഷെ കയ്യിൽ 10 പൈസ ഇല്ല. അല്ലെ, എങ്ങനെ പൈസ ഉണ്ടാവാനാണ്? ആ കട നടത്തി 10 കാശ് ഉണ്ടാക്കണം വല്ല ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ. അതില്ലെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? തുറച്ചു നോക്കണ്ട ദിനേശ് ചേട്ടാ. കഴിഞ്ഞ 1 കൊല്ലം കൊണ്ട് കടയിൽ എന്ത് ലാഭം ഉണ്ടായി ഇതൊന്നും പറഞ്ഞതാ, ഞാനൊന്ന് കേക്കട്ടെ. ലാഭമൊക്കെ ഉണ്ട്. എന്നിട്ട് ആ ലാഭമല്ല ഏത് ബാങ്കിലിട്ടിരിക്കണേ? അത്രയ്ക്ക് ലാഭം ഉണ്ടായിട്ടാണോ ടൗണിലെ സുലൈമാനിക്കയുടെ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് സാധനം എടുത്ത വകയില് രൂപ 20,000 കൊടുക്കാനുള്ളത്? ഞെട്ടണ്ട, സുലൈമാനിക്ക തന്നെയാ പറഞ്ഞത് ദിനേശ് ചേട്ടൻ 20,000 രൂപ കൊടുക്കാനുണ്ടെന്ന്. അതിപ്പോ ചിലപ്പോ അങ്ങനെയൊക്കെ വരും, ഇത് കച്ചവടല്ലേ. അല്ല, ഞാൻ പൈസ വെറുതെ കളയുന്നില്ലല്ലോ. ആ, അത് നേരാ. പൈസ കിട്ടിയാലല്ലേ കളയാൻ പറ്റുള്ളൂ. കടയിൽ നിന്ന് സാധനം വാങ്ങുന്നവരാരും കാശ് തരുന്നില്ലല്ലോ. പറഞ്ഞത് ആരായാലും എന്താ, സംഗതി സത്യമല്ലേ ദിനേശ് ചേട്ടാ? അല്ല, അതെ. കടയിലെ പറ്റുബുക്കിലെ കണക്ക് പ്രകാരം ആകെ കിട്ടാനുള്ളത് 1,23,000 രൂപ. കണക്ക് ശരിയല്ലേ? ഇതെവിടെങ്ങനെ അറിഞ്ഞു? കടയിലെ പറ്റുവെക്കാണല്ലോ. ഇതെങ്ങനെ ഇവൾക്ക് കിട്ടി? ഇതല്ലേ ദിനേശ് ചേട്ടന്റെ പറ്റുബുക്ക്? ഇതിലെ കണക്ക് മുഴുവനും ഞാൻ നോക്കി. ഞാനിതിലെ കടയിൽ നിന്ന് എടുത്തു. ആരോട് ചോദിച്ചിട്ട്? ദിനേശ് ചേട്ടന്റെ കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ കടയില്ലേ? നമ്മുടെ കടയിലിരിക്കുന്ന ഒരു സാധനം എടുക്കാൻ എനിക്ക് ആരോടെങ്കിലും ചോദിക്കുന്ന കാര്യമുണ്ടോ? ഞാൻ ഇന്നലെ കട ചെന്നപ്പോഴേ സുശീലിന് ഏതോ പെണ്ണെ പഞ്ചാരടിച്ചോണ്ടിരിക്കായിരുന്നു. എന്റെ ഇന്ദു, നീ ഇങ്ങനെ പേടിക്കാതിരിക്കേ. ഞാനൊരു നല്ല നിലയിലെത്തിയ പിറ്റേ ദിവസം നിന്നെ ഞാൻ കെട്ടൂലേ. എന്തായാലും അധികം താമസിക്കാതെ എന്റെ വിസ വരും. പിന്നെ നമ്മൾ അടിച്ച് പൊളിച്ച് ജീവിക്കൂലേ. സുശീല, പഞ്ചാര ഉണ്ടോ? പഞ്ചാര തീർന്ന്, വൈകുന്നേരം വന്നാ തരാ. ഇവിടെ പറഞ്ഞത് മുത്തേ. കടയിൽ പഞ്ചാര ഇല്ലെങ്കിലും നിന്റെ ഡയലോഗ് മുഴുവൻ പഞ്ചാര ആണല്ലോ. ഇതാരി ശ്യാമളേച്ചിയോ? ദിനേശേട്ടൻ എവിടെ? ദിനേശേട്ടൻ ടൗണിൽ പോയതാ. ഇതൊക്കെ വിൽക്കാനായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന, അല്ലാതെ നിനക്ക് വലിച്ചു വരെ തിന്നാനുള്ളതല്ല. ഞാൻ വെറുതെ ഇരുന്നപ്പോ. പറ്റുബുക്ക് എവിടെ? പറ്റുബുക്കോ? എന്താ അങ്ങനെ ഒരു സാധനം ഇല്ലേ? ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതായിരിക്കുന്നു. ഇതായിരുന്നല്ലേ. ഇത് ഞാനങ്ങ് കൊണ്ടുപോവാ. ഞാനിത് ഇവിടെ വന്ന് എടുത്തോണ്ട് പോയിന്ന് നീ ദിനേശ് ചേട്ടനോട് പറയണം. അങ്ങനെ വല്ലതും പറഞ്ഞാ ചവിട്ടി നിന്റെ നക്കിളി ഞാൻ ഓടിക്കും, മനസ്സിലായോ? സുലൈമാനിക്ക് കാശ് കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞതേ ഞാൻ തീരുമാനിച്ചതാ കിട്ടാനുള്ള കാശിന് കണക്കൊന്നും നോക്കണമെന്ന്. ഇന്നലെ രാത്രി ദിനേശ് ചേട്ടൻ വരുന്നതിന് മേലെ ഞാനൊന്ന് ഓടിച്ചു നോക്കുകയും ചെയ്തതാ. ഇത് കണ്ടോ,
കുന്നുംപുറത്തെ പീതാംബരൻ ചേട്ടൻ തരാനുള്ളത് 16,832 രൂപ. അയാൾ ഇതിനു മുന്നേ കാശ് തന്ന് കഴിഞ്ഞ ജനുവരി മാസത്തില്. അത് കഴിഞ്ഞ് ആഴ്ചയിലാഴ്ച സാധനം വാങ്ങിച്ചു പോയിട്ടുണ്ട്, പക്ഷെ കാശ് തന്നിട്ടില്ല. പീതാംബരൻ ചേട്ടനൊക്കെ പൈസക്ക് എന്താ ദിനേശ് ചേട്ടാ ബുദ്ധിമുട്ട്? ദിനേശ് ചേട്ടൻ ചോദിക്കാത്തോണ്ടല്ലോ അയാൾ തരാത്തത്. എന്ത് ഞാൻ ചോദിക്കാറൊക്കെ ഉണ്ട്. എന്നിട്ടോ? നിന്റെ കുന്താ എന്തായാലും കടയിൽ കയറി എന്റെ അനുവാദമല്ലാതെ പറ്റുമുക്കെടുത്ത് ഭയങ്കര മോശമായി പോയി. നിന്റെ ഓഫീസിൽ വന്നിട്ട് ഞാനൊരു ട്രാൻസ്ഫോമറും 2 ഫീസും എടുത്തിട്ട് പോയാ നീ സമ്മതിക്കോ? ഇലക്ട്രിസിറ്റി ഓഫീസ് പൊതുമുതല അതുപോലെയാണോ ദിനേശ് ചേട്ടന്റെ കട? അത് നമ്മുടെ കടയല്ലേ? എന്തായാലും കട നടത്തുന്നത് ഞാനാണല്ലോ. അപ്പൊ എന്നോട് ചോദിക്കാതെ ബുക്ക് എടുത്ത് ഭയങ്കര തെറ്റായി പോയി. സുശീലിനെ നോക്കിയോ? ദിനേശ് ചേട്ടാ, മുഖം വീർപ്പിച്ചിട്ട് ചാടി കടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു കട നടത്താൻ ഉത്തരവാദിത്തോടെ നടത്തിയില്ലെങ്കിൽ കട പൊളിയും. എന്നിട്ട് തിരകാലം പൊളിഞ്ഞില്ലല്ലോ. ഇല്ല, പക്ഷെ ദിനേശ് ചേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ സുലൈമാനിക്ക് കൊടുക്കാനുള്ളത് 20,000 രൂപ. അടുത്ത പ്രാവശ്യം കൂടി ഇക്ക ചിലപ്പോ കടം തരുമായിരിക്കും. അത് കഴിയുമ്പോഴോ? അങ്ങനെ കടം തരാതെ വരുമ്പോ കടയിൽ സാധനങ്ങൾ ഇല്ലാതെ വരും. കടയിൽ സാധനങ്ങൾ കുറയുമ്പോ ആളുകൾ വേറെ കടയിൽ അടിച്ചു പോവില്ലേ? അപ്പൊ നമ്മുടെ കട പൂട്ടും. പൂറ്റേണ്ട നാക്കിന്റെ ഒന്നുമല്ല, നിന്നെ ചേട്ടന്റെ കയ്യിലിരിപ്പിന്റെയാ. എന്റെ കയ്യിലിരിപ്പിന് ഒരു കുഴപ്പമില്ല. നീ ഇപ്പോ കുന്നുംപുറത്തെ പീതാംബരന്റെ കാര്യം പറഞ്ഞല്ലോ, എന്തുണ്ടായാലും കാശ് തരാത്തത്? നിന്നെ ചേട്ടൻ ചോദിക്കാത്തോണ്ട് അല്ല, കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ പീതാംബരന്റെ കാശ് ചോദിച്ചതാ. കാശ് ഒരുപാട് തരാനുണ്ടെന്ന് എനിക്കറിയാം ദിനേശ. തരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നിവർത്തിക്കേട് കൊണ്ടാ. ദിനേശിന് അറിയാമോന്ന് എനിക്കറിയില്ല, ജാനകിയുടെ അച്ഛൻ 1 മാസമായിട്ട് ആശുപത്രിയിലാ, ഹാർട്ട് അറ്റാക്ക്. അവരങ്ങ് ഇടുക്കിയില്ല, മെഡിക്കൽ കോളേജിലാണ് അച്ഛൻ കിടക്കുന്നത്. ജാനകിയുടെ വീട്ടിൽ 4 പെൺമക്കളാ. മൂത്തയാളാണ് ജാനകി. അനിയത്തിമാരൊക്കെ കല്യാണം കഴിഞ്ഞ് ഓരോ വഴിക്ക് പോയി. ഒരാളും അച്ഛൻ്റെ അമ്മയുടെയും കാര്യം നോക്കാനില്ല. എനിക്ക് അങ്ങനെ അവരെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഭാര്യയുടെ അച്ഛനാണെങ്കിലും സ്വന്തം അച്ഛനെ പോലെയാ ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. കഴിഞ്ഞ 1 മാസം കൊണ്ട് ആശുപത്രി ചെലവ് 1 ലക്ഷം രൂപ കഴിഞ്ഞു. അതാ ദിനേശിന്റെ പൈസ തരാൻ വൈകുന്നതേ. ഇതൊക്കെ പറഞ്ഞ മനസ്സിലാക്കാൻ കഴിയുന്ന ആളാണല്ലോ ദിനേശൻ. ഞാൻ വേറെ ആരോട് പറയാനാ? ഒരാൾ അയാളുടെ ഗതികേട് പറയുമ്പോ അയാളുടെ കുത്തിനെ പിടിച്ച് കാശ് ചോദിക്കാൻ പറ്റുമോ? നമ്മളൊക്കെ മനുഷ്യരല്ലേ ശ്യാമേ? ശരി, പീതാംബരൻ ചേട്ടന്റെ കാര്യം വിട്. നടുത്തോട്ടത്തിലെ ലീലാമണിയോ? അവക്ക് സ്വന്തമായിട്ട് തയ്യൽക്കടയുണ്ട്, അവിടെ നല്ല തിരക്കുമുണ്ട്. അവൾ ഇഷ്ടം പോലെ കാശും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ ദിനേശ് ചേട്ടാ ഈ 8,980 രൂപ പറ്റുവന്നത്? അതറിയണോ? അറിയണം, പറ. ദിനേശ, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ദിനേശന്റെ പൈസ എത്രയും പെട്ടെന്ന് തരണോന്ന് ഓർത്തിരിക്കുകയായിരുന്നു ഞാനും. അല്ല, പൈസക്ക് എനിക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്നുവെച്ചാ കുട്ടികളുടെ സ്കൂളിലെ ഫീസ് അടയ്ക്കാൻ കുറച്ചധികം പൈസ വേണമായിരുന്നു. എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ലാന്ന് ദിനേശൻ അറിയാലോ. കഷ്ടപ്പാടും ദാരിദ്ര്യമാണെന്ന് കരുതി പിള്ളേരെ പഠിപ്പിക്കാതിരിക്കാൻ പറ്റുമോ? പിള്ളേരെ പഠിപ്പിച്ച് ഒരു നല്ല നിലയിൽ എത്തിക്കണമെന്ന് ഒറ്റ ആഗ്രഹം എനിക്കുള്ളൂ. കുറച്ചു ദിവസം കൂടി ദിനേശൻ എനിക്ക് അവധി തരണം. പൈസ ഞാൻ തന്നോളാം. മക്കളുടെ ഫീസ് കൊടുക്കാൻ പോലും പാടുപെടുന്ന ഒരു സ്ത്രീയോട് എന്റെ കാശ് എന്നാലും അരിയും പഞ്ചസാര തരുന്നത് എങ്ങനെ പറയും ശ്യാമേ? നമ്മളൊക്കെ മനുഷ്യരല്ലേ? എന്റെ ദിനേശ് ചേട്ടാ, കച്ചവടത്തിൽ ഇങ്ങനെ സെന്റിമെന്റ്സ് കൊണ്ടിരുന്നാൽ ഒടുവിൽ നശിക്കാൻ നമ്മളായിരിക്കും. ഒന്നും മനസ്സ് വെച്ച് ഈ പൈസയൊക്കെ വാങ്ങിച്ചെടുക്കാൻ എന്താ പാട്? ഇത് നോക്കി, ബേക്കറിയിലെ അരവിന്ദ് തരാനുള്ളത് രൂപ 12,386. അവന്റെ ബേക്കറി കയറി നമ്മളൊരു നാരങ്ങ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ 50 പൈസ കുറയ്ക്കാൻ അവൻ സമ്മതിക്കുമോ? അപ്പൊ പിന്നെ ദിനേശ് ചേട്ടൻ എന്തിനാണ് അവന് കടമായിട്ട് പഞ്ചസാര ഉപ്പ് കൊടുക്കുന്നത്? അരവിന്ദന്റെ അവസ്ഥ അറിഞ്ഞിരുന്നത് നീ ഇത് പറയില്ലായിരുന്നു. അവന്റെ അമ്മയുടെ അവസ്ഥ എന്താ നിനക്കറിയാം? എന്തിനാ അരവിന്ദ കരയുന്നേ? ദിനേശൻ അറിയോ എന്റെ അമ്മ കിടപ്പിലാണെന്ന്? ഞാൻ അറിഞ്ഞില്ല. കുറച്ചു ദിവസമായി. ഇനി കൊണ്ടുപോകാൻ ഒരു ആശുപത്രിയില്ല. അസുഖം എന്താണെന്ന് പോലും കണ്ടുപിടിച്ചിട്ടില്ല.
ഇതൊന്നും ആരും പറഞ്ഞു കേട്ടില്ലല്ലോ. ആരോടും പറയാത്തതാ ദിനേശ. പറഞ്ഞ ആളുകൾ വിശേഷം തിരക്കി വീട്ടിലേക്ക് വരും. പിന്നെ അവരുടെ ചോദ്യത്തിനൊക്കെ സമാധാനം പറയണ്ടേ? അതൊക്കെ അമ്മയ്ക്ക് സങ്കടമാവും. അമ്മയ്ക്ക് സങ്കടമാവുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. സത്യമായിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല. കടയില് പൈസ തരാനുള്ള കണക്ക് നോക്കിയപ്പോ അരവിന്ദന്റെ പേര് കണ്ടു. അതാ. ദിനേശ, നിനക്ക് തരാനുള്ള പൈസ ഞാൻ തരും. 1 രൂപ പോലും കുറയാതെ ഞാൻ തരും. വേണമെങ്കിൽ പലിശ സഹിതം തരാം. തൽക്കാലം എന്റെ അമ്മയുടെ അവസ്ഥ ഓർത്ത് നീ ഒന്ന് ക്ഷമിക്കണം. അരവിന്ദന്റെ അവസ്ഥ ആർക്കും വരാവുന്ന. അതൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് പെരുമാറാൻ പഠിക്കണം. ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ മനുഷ്യരല്ലേ ശ്യാമേ? ദിനേശനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം അവനവന്റെ കാര്യം നോക്കിയാലേ പിന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ താൻ ചത്ത മീൻ പിടിച്ചു എന്ന് പറഞ്ഞ പോലെ ആവേ. നീ എന്നെ ഉപദേശിക്കാതെ വരണ്ട. ഇത്രയും കാലം ഞാനല്ലേ കട നടത്തിയത്. ഇനി അത് നടത്താൻ എനിക്കറിയാം. അല്ല, നീ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയിരുന്ന് കറണ്ടിന്റെ കണക്ക് നോക്കിയാൽ മതി. എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ആരോട് പറയാനാ? പീതാംബരൻ ചേട്ടൻ സത്യമാണോ പറയുന്നത്? പിന്നല്ലാതെ സത്യം പറഞ്ഞ സംഭവം അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി രാജേന്ദ്ര. എന്തായാലും ഇങ്ങനെ സംഭവം നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാ. കഷ്ടമെന്നല്ലാതെ എന്താ പറയുക. ആ, ദിനേശനല്ലേ വരുന്നേ? ആ, പിതാപരേട്ടാ, എന്തൊക്കെയുണ്ട്? അമ്മായിച്ചൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഞാൻ ദിനേശനെ അന്വേഷിച്ച് കടയിൽ വന്നിരുന്നു. അപ്പോൾ സുശീലൻ പറഞ്ഞു ദിനേശൻ ടൗണിൽ പോയിരിക്കുക, വരാൻ വൈകുമെന്ന്. 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. എപ്പോഴും തിരക്കല്ലേ, എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തന്നെ പോണമല്ലോ. എന്തിനാ പിതാപരേട്ടാ അന്വേഷിച്ചത്? ദാ ഈ പൈസ തരാൻ. എനിക്ക് കുറെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ പേര് ദിനേശനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ലല്ലോ. തരാനുള്ള പൈസ മുഴുവനുണ്ട്. സത്യം പറയല്ലോ പിതാപരേട്ടാ, ഈ പൈസ ഇപ്പൊ കിട്ടിയത് ഭാഗ്യായി. എനിക്കാണെങ്കിൽ പൈസക്ക് ഒരുപാട് ആവശ്യമുള്ള സമയ. അതെനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ പൈസയായിട്ട് വന്നത്. ദിനേശ് ചേട്ടാ, എന്തിനാ വെയിലുകൊണ്ട് കഷ്ടപ്പെട്ട് കിടക്കുന്നത്? വീട്ടിലെങ്ങാനും ഇരുന്ന പോരെ? വീട്ടില് ആ, കടയിലെ കാര്യങ്ങൾ നോക്കാൻ സുശീലനുണ്ടല്ലോ. ദിനേശൻ ഈ സമയത്ത് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കരുത്. അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കണം. ദിനേശൻ അങ്ങനെ ഒന്നും റെസ്റ്റ് എടുക്കുന്ന പ്രശ്നമില്ല പിതാപരേട്ടാ. പക്ഷേ ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് റെസ്റ്റ് എടുക്കാനല്ല, ചില കണക്കുകൾ ചോദിക്കാൻ. ശ്യാമളെ, ശ്യാമളെ, ഇതെന്താ ഇത്ര നേരത്തെ? മണി 11 ഉള്ളൂ. ഞാൻ ടൗണിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാ. അപ്പൊ കടയിൽ പോയില്ലേ? കടയിൽ പോണം. പക്ഷേ അതിനു മുൻപ് ഇവിടെ വന്ന് നിന്നോട് 2 വർത്താനം പറയണം തോന്നി, അതുകൊണ്ടാ വന്നത്. അതെന്ത് വർത്താനാ? നീ രാവിലെ എന്താ പറഞ്ഞത്? ഞാൻ ഭയങ്കര മടിയനാണ്, എനിക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ല, എന്റെ ഉഴപ്പ് കൊണ്ടാണ് കിട്ടാനുള്ള പൈസ ഒന്നും കിട്ടാത്തതെന്നല്ലേ? നീ ഇത് കണ്ടോ? പീതാംബരൻ ചേട്ടൻ തരാനുള്ള പൈസ മുഴുവൻ ചോദിക്കുന്നതിന് മുൻപ് ഇങ്ങോട്ട് കൊണ്ടുവന്നു തന്നു. പീതാംബരൻ ചേട്ടൻ എന്നോട് പറയുക, എന്തിനാ ദിനേശ ഇങ്ങനെ വെയിൽ കൊണ്ട് കഷ്ടപ്പെടുന്നത്? വെറുതെ വീട്ടിലിരുന്ന് റെസ്റ്റ് എടുത്താ പോരെ, പൈസയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് തരില്ലേ എന്ന്. കടയിൽ കൊടുക്കാനുള്ള പറ്റുകാശ് കടക്കാരന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്ന മനുഷ്യനെ പറ്റിയല്ലേ നീ രാവിലെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞത്? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. കിട്ടാനുള്ള കാശൊക്കെ വാങ്ങണ്ടേ ദിനേശേട്ടാ എന്ന് പറഞ്ഞു. അതൊരു തെറ്റാണോ? നീ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട് ശ്യാമ, ഈ നാട്ടിലെ മനുഷ്യർക്കൊക്കെ എന്നെ വലിയ സ്നേഹമാ. അവരാരും എന്നെ 1 രൂപയ്ക്ക് പോലും പറ്റിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അവരോട് പൈസ ചോദിക്കാത്തത്. അല്ലെങ്കിൽ തന്നെ എന്തിനാ ചോദിക്കുന്നേ? ചോദിക്കാതെ തന്നെ ഒരു പൈസ കൊണ്ടുവരുന്നല്ലോ. ആ, പൈസ തരാനുള്ള ആരെങ്കിലും ആയിരിക്കും. ആ, എന്താ സുശീല? ലീലാമണി തരാനുള്ള പൈസ ബുക്ക് നോക്കിയാലേ അറിയാവോ? 8980. 8980. ആ, 8980 ആണോ? അത് കൊള്ളാലോ. ആ ശരി ശരി, നീ വാങ്ങുന്ന പൈസയുടെ കണക്കൊക്കെ എഴുതി വെച്ചോളാം. ഞാൻ 10 മിനിറ്റിലെത്തും.
ലീലാമണി തരാനുള്ള 8,950 രൂപ കൃത്യമായി കടയിൽ കൊടുത്തിരിക്കുന്നു. അത് മാത്രമല്ല, ബാർബർ ചന്ദ്രനും നഴ്സറി സ്കൂളിലെ വിശാലാക്ഷി ടീച്ചറും ഇന്ന് പൈസ കൊടുക്കും. ഓ, ഇപ്പൊ നിനക്ക് മനസ്സിലായ ശ്യാമേ, കടയിൽ കിട്ടാനുള്ള പൈസ കൃത്യമായി ഞാൻ വാങ്ങുന്നുണ്ടെന്ന്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് വെറുതെ എന്തെങ്കിലും പറയാനായിട്ട് വരുന്നത്. ഇനി മേലിൽ കടയിലെ കണക്കിന്റെ കാര്യത്തിൽ ഇടപെട്ട വിവരം അറിയുന്നു. കടയിലെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇത്രയും കാര്യം ഇവിടെ നേരിട്ട് പറയാനാണ് കടയിൽ പോകാൻ ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് കയറി വന്നത്. ഗുഡ് ബൈ. നീ കടയിൽ നിന്ന് എടുത്തുകൊണ്ടൊന്ന് പറ്റുബുക്ക് നീ തന്നെ കടയിൽ കൊണ്ടുവച്ചോളാം. ഇല്ലെങ്കിൽ കടയിൽ കയറി പറ്റുബുക്ക് അടിച്ചു മാറ്റിയതിന്റെ പേരിൽ നിനക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. ആ എന്തുണ്ട് വിജയ വിശേഷം? ദിനേശൻ എങ്ങോട്ടാ? കടയിലേക്ക്. എന്റെ ദിനേശ, ഈ സമയത്ത് വെറുതെ ബൈക്കോട്ടിച്ച് നടക്കുന്നതിനാ? നീ വീട്ടിൽ പോയിരിക്കേ. വീട്ടിലോ? വീട്ടിലാണല്ലേ വരുന്നത്. അതെനിക്ക് മനസ്സിലായി. നീ വീട്ടിൽ റെസ്റ്റ് എടുക്കാണെന്ന് കരുതി ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. ഒന്നുമല്ലെങ്കിലും നമ്മൾ തമ്മിൽ എത്ര കാലത്തെ ബന്ധമാ. ഇങ്ങനൊരു അവസ്ഥയിൽ ഞാൻ വന്ന് കണ്ടില്ലെങ്കിലേ അത് അന്യായമാണ്. എങ്ങനൊരവസ്ഥയിൽ? ഞാൻ എല്ലാം അറിഞ്ഞു. നീ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട ദിനേശ. മനുഷ്യന്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. മനുഷ്യർ ഓരോന്ന് ആഗ്രഹിക്കുന്നു, ഈശ്വരൻ വേറൊന്ന് നടത്തുന്നു. തയ്യക്കടയിലെ ലീലാമണി പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യം അറിഞ്ഞത്. അപ്പം തന്നെ നിന്നെ കാണാൻ ഇറങ്ങിയതാ. എനിക്ക് മനസ്സിലായില്ല. ഇപ്പോഴത്തെ കാലമല്ലേ, നമുക്ക് കേട്ടറിവില്ലാത്ത ഓരോ അസുഖങ്ങളാണ് ഓരോരുത്തർക്ക് വരുന്നത്. വന്നാൽ പിന്നെ പറയാനുമില്ല. നിന്റെ അസുഖത്തിന്റെ പേര് ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. ലീലാമണി കടയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കെന്ത് അസുഖം? ഹൈപ്പോഗ്ലൈസീമിയ. ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. ഞാനും. ഹൃദയത്തിന്റെ പ്രശ്നമെന്ന് ലീലാമണി പറഞ്ഞു. എന്താ സംഭവം? ലീലാമണിയോട് ആരാ പറഞ്ഞേ? ശ്യാമള. ശ്യാം ഫോണിൽ വിളിച്ചാ പറഞ്ഞത്. ശ്യാമള ഭയങ്കര കരച്ചിലാണെന്ന് ലീലാമണി പറഞ്ഞു. എങ്ങനെ കരയാതിരിക്കും? ശ്യാമളയുടെ സ്ഥാനത്ത് ആരായാലും കരഞ്ഞു പോകും. ഈ പ്രായത്തിൽ നിനക്ക് ഇങ്ങനൊരു രോഗം വന്നാൽ കരയാതിരിക്കുന്നത് എങ്ങനെയാടാ? ഹലോ കൃഷ്ണകുട്ടി ചേട്ടാ, ഞാനാ ശ്യാമളയാ. ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാ. കൃഷ്ണകുട്ടി ചേട്ടാ, എന്റെ ദിനേശ് ചേട്ടന് എന്താ ദിനേശ് ചേട്ടാ? ഒരൊറ്റ കുത്തുചാണല്ലോ. നീ ആൾക്കാരോട് ചെന്നൊക്കെ പറഞ്ഞു. എന്ത്? ഓക്കെ, അറിഞ്ഞു. എന്താ നിന്റെ ഉദ്ദേശം? അല്ല, അതായത് നമ്മുടെ മുന്നിലുള്ള പ്രധാന പ്രശ്നം കടയിലെ പറ്റുകാരുടെ കയ്യിൽ നിന്ന് എങ്ങനെ കാശ് വാങ്ങുക എന്നുള്ളതാണല്ലോ. അതിന് കണ്ടുപിടിച്ചൊരു വഴിയായിരുന്നു ഇത്. ഇങ്ങനെ ഇല്ല കഥ പറഞ്ഞിട്ടുണ്ടാക്കണോ പൈസ പിടിച്ചു വാങ്ങുന്നത്? കുന്നുംപുറത്തെ പീതാംബരൻ ചേട്ടൻ ദിനേശ് ചേട്ടനോട് പറഞ്ഞ കഥ എന്തായിരുന്നു? അമ്മായച്ചൻ അസുഖമായിട്ട് ആശുപത്രിയിലാന്ന്. പീതാംബരൻ ചേട്ടന്റെ അമ്മായച്ചൻ ശങ്കരൻകുട്ടി മരിച്ചിട്ടേ വർഷം 12ആയി. പിന്നെയുള്ളത് ലീലാമണി. ലീലാമണിയുടെ പിള്ളേർക്ക് ഫീസ് കൊടുക്കാൻ കാശില്ല എന്ന് പറഞ്ഞപ്പോഴല്ലേ ദിനേശ് ചേട്ടന്റെ മനസ്സലിഞ്ഞത്. അവളുടെ 2 പിള്ളേരും പഠിക്കുന്നത് സർക്കാർ സ്കൂളിലാ. പിള്ളേരുടെ ഫീസ് വാങ്ങുന്ന ഏത് സർക്കാർ സ്കൂളാണ് നമ്മുടെ കേരളത്തിലുള്ളത്? അടുത്തത് അരവിന്ദൻ. അയാളുടെ അമ്മയ്ക്ക് കുറച്ച് ഷുഗറും പ്രഷറും ഉണ്ടെന്നുള്ളതല്ലാതെ വേറെ ഒരു പ്രശ്നവുമില്ല. ആ പ്രായത്തിൽ കുറച്ച് ഷുഗറും പ്രഷറും വരുന്നതാണ് ഇത്ര വലിയ കാര്യം. അന്വേഷിച്ചു, കണ്ടെത്തി. എന്റെ ദിനേശ് ചേട്ടൻ ഒരു പഞ്ചപാവ. ഇവരൊക്കെ പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങും. ആരുടെയും പ്രയാസം കേൾക്കുമ്പോൾ മനസ്സലിയുകയും ചെയ്യും. അതൊക്കെ അറിയാവുന്നുണ്ട് അവരൊക്കെ ദിനേശ് ചേട്ടനെ പറ്റിക്കും. എനിക്ക് അസുഖമാണെന്നൊക്കെ നീ പറഞ്ഞല്ലോ. അവരൊക്കെ ഇങ്ങോട്ട് ഇറക്കിയ നമ്പർ ഞാൻ തിരിച്ചൊന്ന് പ്രയോഗിച്ചു. ദിനേശ് ചേട്ടൻ അസുഖമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കാതിരിക്കോ? പിന്നെ എന്റെ ഡയലോഗ് ആ ടൈപ്പിലായിരുന്നല്ലോ.
എന്റെ ദിനേശേട്ടൻ ഒരു അസുഖമുണ്ട്. ഈ അസുഖത്തിന് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലെന്ന ഡോക്ടർമാര് പറഞ്ഞത്. അതെ, ഞാൻ ഈ കാര്യം ഇതുവരെ ദിനേശേട്ടനോട് പറഞ്ഞിട്ടില്ല. ഇതറിഞ്ഞ് എന്റെ ദിനേശേട്ടന് താങ്ങാനാവില്ല. ഇങ്ങനെയൊക്കെയാണ് ഞാൻ തട്ടിവിട്ടത്. കാശ് തരാനുള്ള ഒരു മനസാക്ഷിയുള്ളവരും ഒക്കെ കാശ് തന്നു പോവും. വിളിക്കുന്നത് ഞാനാണല്ലോ. എന്നാലും നീ ചെയ്ത കുറച്ച് അന്യായമായി പോയി. സ്വന്തം ഭർത്താവിന് മാറാരോ എന്നൊക്കെ പറഞ്ഞ ശ്യാമേ, നാവിൽ കുളി നിൽക്കുന്ന സമയത്ത് വല്ലതും പറഞ്ഞ അറം പറ്റും. അറം പറ്റട്ടെ, അതൊക്കെ ഇത്ര വലിയ കാര്യമാണോ? എന്റെ ദിനേശേട്ടാ, ഇങ്ങനെ പേടിച്ചാലോ? മനുഷ്യാകുമ്പോ അസുഖം വരും, അത് പറട്ടെ. ശ്യാമേ, ദിനേശേട്ടന് എന്ത് അസുഖമാണെന്നാ ഞാൻ പറഞ്ഞത്? എന്തോ ഒരു ഹൈപ്പോത്തി കേട്ടിട്ട്. ഹൈപ്പോഗ്ലൈസീമിയ. ആ കഴിഞ്ഞ മാസം ദിനേശേട്ടന് കടയെ വെച്ച് തലകറക്കമുണ്ടായത് ഓർമ്മയുണ്ടോ? രാവിലെ ഭക്ഷണം കഴിക്കാതെ പോയ ദിവസം. അതെന്തായിരുന്നു അസുഖം? ഒന്നും കഴിക്കാറുണ്ട്, ഷുഗർ കുറഞ്ഞു പോയി, അതുകൊണ്ട് തലകറക്കം ഉണ്ടായി. എക്സാക്ട്ലി. മെഡിക്കൽ ടീംസിൽ ഞങ്ങൾ ഡോക്ടർമാരെതിരെ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയും. അങ്ങനെ ഷുഗർ കുറഞ്ഞു പോയി തലകറക്കം ഉണ്ടാകുന്നതിനാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. ഭക്ഷണം കഴിക്കാണ്ടിരുന്നാൽ ആർക്കും വരും. ഭക്ഷണം കഴിക്കുമ്പോൾ അത് മാറുകയും ചെയ്യും. ഞാൻ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞോണ്ട് സകല ആളുകൾ ഞെട്ടിയല്ലോ. ഞാനും എന്തോ മാറാ രോഗമാണെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. ഈ രോഗത്തിന് ഇന്നേ വരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത് സത്യമല്ലേ? എന്ത് മരുന്ന്? തലകറക്കവും ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ മുട്ട എടുത്ത് കഴിക്കുക. ദിനേശേട്ടാ, നമ്മളെ പറ്റിക്കുന്നവർ ഇങ്ങനെയൊക്കെയല്ലേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്തായി? കിട്ടാനുള്ള കാശ് മിക്കവാറും കിട്ടി. ബാക്കിയുള്ളതൊക്കെ 1-2 ദിവസങ്ങളിൽ കിട്ടുകയും ചെയ്യും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? പക്ഷെ നാളെ വരെ ഞാനെങ്ങനെ പുറത്തിറങ്ങും? ആളുകൾ എന്നെ ഒരു മാറാരോഗ്യം പോലെ കാണുന്നത്. ബൈക്ക് ഓടിക്കരുത്, വെയിലുള്ളരുത്, എന്തൊക്കെ ഉപദേശങ്ങളാ. ചിലർക്ക് സഹതാപം, ചിലർക്ക് സങ്കടം. ആകെ നാണക്കേടായി. ഇതിനൊന്നും ഇത്ര വലിയ നാണക്കേടുള്ളത്? ഒരാൾക്കൊരു അസുഖമാണെന്ന് പറഞ്ഞാൽ ആളുകൾ ഇങ്ങനെയൊക്കെയല്ലേ പെരുമാറുക? അതിലെന്താ തെറ്റ്? നമ്മളൊക്കെ മനുഷ്യരല്ലേ ദിനേശേട്ടാ? എന്റെ ഓംലെറ്റ് എടുത്ത് എനിക്ക് ബിൾസ് അടിച്ചോ?